ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് സിമ്പിൾ ട്രേഡ് പ്ലേലിസ്റ്റിലെ വീഡിയോ നമ്പർ 15 ആണ്. അപ്പോൾ വീഡിയോ 1 തൊട്ടിട്ട് 14 വരെ കാണാത്തവരുണ്ടെങ്കിൽ ദയവായി പോയി കാണുക. എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പൈസ ഉണ്ടാക്കാമെന്നുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ വീഡിയോ ആണ്. അതായത് ഇതുവരെ പറഞ്ഞിട്ടുള്ള വീഡിയോകളിലൊക്കെ ഞാൻ ഈ സ്ട്രാറ്റജി മെത്തേഡൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇതൊരു സൈക്കോളജിക്കൽ വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് സീരീസ് വീഡിയോ 5ൽ ഞാനൊരു സൈക്കോളജിയുടെ കാര്യം പറഞ്ഞിരുന്നു. എന്താണ് ആ സൈക്കോളജിയിൽ പറഞ്ഞത്? അതായത് പിച്ചക്കാരൻ, അതായത് ചെറിയ ചെറിയ ലോസുകൾ വരുമ്പോൾ എക്സിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ദയവായി പോയി കാണുക. അപ്പോൾ അത് ഫസ്റ്റത്തെ ഒരു കാര്യം. ഇനിയിപ്പോൾ രണ്ടാമത് ഞാനിപ്പോൾ ഈ സീരീസ് വീഡിയോ 50ൽ പറയാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സൈക്കോളജിക്കൽ വീഡിയോ ആണ്. അതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വെട്ടാൻ വെച്ച പോത്ത്. നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും, പക്ഷേ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് മാർക്കറ്റ് വെട്ടാൻ വെച്ച പോത്ത്. അപ്പോൾ അതെന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാവരും 2 രീതിയിലാണ് കൂടുതൽ പണം നഷ്ടപ്പെടുത്തുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയത് 2 രീതിയിലാണ് പണം നഷ്ടപ്പെടുത്തുന്നത്. ആദ്യത്തെ എന്താണ്, കുറച്ച് നഷ്ടം വരുമ്പോൾ ബുക്ക് ചെയ്യാതെ വലിയ നഷ്ടം വരുത്തുക. അതായത് ചെറിയ ചെറിയ ലോസുകൾ വരും, അതായത് നമുക്ക് എതിരായിട്ട് വരുമ്പോൾ ബുക്ക് ചെയ്യാണ്ട് പിടിച്ച് നിന്ന് ആവറേജ് ഒക്കെ ചെയ്ത് ഒരുപാട് ലോസ് വരുത്തുക. രണ്ടാമത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് ലാഭം കിട്ടും, അതിനുശേഷം എന്ത് ചെയ്തു, കൂടുതൽ പൈസ ഇട്ടിട്ട് വലിയ നഷ്ടം ഉണ്ടാക്കി ഇതുവരെ ഉണ്ടാക്കിയതും ഇറക്കിയതും ഒക്കെ കൊണ്ടുപോയി കളയുക. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എല്ലായിടത്തും നമ്മൾ ട്രേഡേഴ്സിൽ കാണാറുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെ സംസാരിക്കാൻ പോണത്. അപ്പോൾ ഈ കുറച്ച് നഷ്ടം വരുമ്പോൾ ബുക്ക് ചെയ്യാതെ വലിയ നഷ്ടം വരുത്തുന്നതിനാണ് ഞാൻ പിച്ചക്കാരൻ വീഡിയോ നമ്പർ 5ൽ പറഞ്ഞിട്ടുള്ളത്. അത് ദയവായി പോയി കാണുക. അപ്പോൾ ഈ കുറച്ച് ലാഭം കിട്ടുമ്പോൾ കൂടുതൽ പൈസ ഇട്ടില്ല വലിയ നഷ്ടം ഉണ്ടാക്കണവരെയാണ് മാർക്കറ്റ് വെട്ടാൻ വെച്ച പോത്തെന്ന് പറഞ്ഞിട്ട് ഈ സൈക്കോളജിക്കൽ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു ഉദാഹരണം എടുക്കാം. ഉദാഹരണത്തിൽ കൂടെ പോകുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവാം. അതായത് ഒരു ട്രേഡർ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന ഒരാൾ 10,000 രൂപയും കൊണ്ട് കൈയും കൊണ്ട് വന്നു. ഓക്കെ, 10,000 രൂപയും കൊണ്ട് വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു, കുറച്ച് പൈസ കിട്ടി. ഓക്കെ, അപ്പോൾ 10,000 രൂപ എന്തായി, 12,000 രൂപയായി. ഞാനൊരു ചുമ്മാ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടൊരു എമൗണ്ട് ഇത് പറയുന്നതാണ്. ആ ഒരു 12,000 രൂപ എന്തായി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ചും കൂടി പൈസ കിട്ടി. 15,000 രൂപയായി. കൊള്ളാം, 10,000 രൂപ ഇട്ടിട്ട് 15,000 രൂപ കിട്ടി, 50% ലാഭം കിട്ടി. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ ഒരു ലാഭത്തിൻ്റെ ഒരു ഇത് പ്രതീക്ഷിച്ചിട്ട് അവരെന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ കയ്യിലുള്ള കാശോ സേവിങ്സോ ആരെങ്കിലൊക്കെ വാങ്ങിച്ചിട്ടോ പെട്ടെന്ന് 1,00,000 രൂപ അങ്ങോട്ട് ആക്കും. 1,00,000 രൂപയ്ക്കിട്ട് ട്രേഡ് ചെയ്യും. എന്താണ്, 1,00,000 രൂപ 50,000 രൂപയ്ക്ക് കഴിഞ്ഞ് എനിക്ക് 50,000 രൂപ കിട്ടും, അങ്ങനെ ചിന്തിക്കും. അപ്പോഴാണ് മാർക്കറ്റിൻ്റെ നിന്ന് പണി കിട്ടുക. തലയ്ക്ക് വെട്ട് കിട്ടുന്ന പോലൊരു വെട്ട് കിട്ടും. അപ്പോൾ എന്ത് ചെയ്തു, ഈ 1,00,000 രൂപ എന്ത് ചെയ്തു, ബും, ഒറ്റയടിക്ക് 5,000 രൂപയാവും. പിന്നെ എന്ത് ചെയ്യും, കരച്ചിലായി പിടിച്ചിലായി അങ്ങനെയൊക്കെ ആവും. അതെന്താണ് സംഭവിച്ചത്, അതാണ് മാർക്കറ്റ് വെട്ടാൻ വെച്ച പോത്ത്. അപ്പോൾ ഇതൊരു സാധാരണ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ്. എല്ലാവർക്കും, മിക്ക ആൾക്കാർക്കും കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം? അപ്പോൾ ആദ്യം പൈസ ഇടുമ്പോൾ കിട്ടും, പിന്നെ പൈസ കൂടുതൽ ഇടുമ്പോൾ പോകും. നോർമലി സാധാരണ കണ്ടിട്ടുള്ള ഒരു രീതിയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൺസെപ്റ്റാണ് ഞാൻ ആദ്യം പറയുന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നിഫ്റ്റി 50യോ സെൻസെക്സോ നമ്മുടെ ഇൻഡെക്സ് ഉണ്ടല്ലോ, അതായത് ടോപ്പ് കമ്പനി 50 കമ്പനികളുടെ ഒരു ഇൻഡെക്സ്, ഒരു ഗ്രാഫ്. ആ ഒരു ഗ്രാഫിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതായത് ആ സ്റ്റോക്ക്, ആ ഒരു ഇൻഡെക്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ മൂവ് ചെയ്യും, പിന്നെ കുറച്ച് നാൾ മൂവ് ചെയ്യാണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും, പിന്നെ മൂവ് ചെയ്യും, പിന്നെ കുറച്ച് നാൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും, പിന്നെ മൂവ് ചെയ്യും അല്ലേ. അപ്പോൾ സാധാരണ നമ്മൾ ട്രേഡ് ചെയ്യാൻ വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു 10,000 രൂപ കൊണ്ടുവന്ന് വന്നെന്ന് ചോദിക്കി. ആ സമയത്ത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പം നല്ല മേലോട്ട് കുതിച്ച് പോണ ഒരു സമയമാണെന്ന് ചോദിക്കി. അപ്പോൾ എന്ത് ചെയ്യും, ഈ 10,000 രൂപ എന്താവും, 12,000 രൂപയാവും. 12,000 രൂപ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15,000 രൂപ. കാരണം നമ്മൾ എടുക്കുന്ന ട്രേഡുകളൊക്കെ നല്ല രീതിയിൽ ലാഭത്തേക്ക് പോകും. സ്റ്റോക്ക് വാങ്ങിക്കുന്നു, മേലോട്ട് പോകുന്നു, സ്റ്റോക്ക് ഇവിടെ വാങ്ങിക്കുന്നു, മേലോട്ട് പോകുന്നു, ലാഭം എടുക്കുന്നു, വാങ്ങിക്കുന്നു, മേലോട്ട് പോകുന്നു, ലാഭം എടുക്കുന്നു. മനസ്സിലായി? ആ രീതി എപ്പോഴും ഉണ്ടാവും. അപ്പം അങ്ങനെ പോയി നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴേക്കായിരിക്കും ചിലപ്പോൾ, അതായത് നമുക്കിനി ലാഭം കിട്ടി കണ്ടു തുടങ്ങുന്ന സമയത്തായിരിക്കും നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മൾ ഈ 15,000 രൂപ എന്നുള്ള സാധനം നമ്മൾ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ 1,00,000 രൂപയ്ക്ക് നമ്മൾ കയ്യിലുള്ള കാശൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കാൻ പോണത്. അതായത് കൂടുതൽ ഇട്ടിട്ട് മാർക്കറ്റിലേക്ക് ഇടും. അപ്പോൾ എന്താ സംഭവിക്കുക, ആ സമയത്തായിരിക്കും മാർക്കറ്റ് എന്ത് സംഭവിക്കുക, മാർക്കറ്റ് മേലോട്ട് മൂവ് ചെയ്യണം നിർത്തിയിട്ട് കുറച്ച് നാൾ മൂവ് ചെയ്യാണ്ട് ഇങ്ങനെ സൈഡ് വേസ് ഇങ്ങനെ നിൽക്കും. അതായത് സൈഡ് വേസ് മാർക്കറ്റ്. അപ്പോൾ ഈ സൈഡ് വേസ് മാർക്കറ്റിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സൈഡ് വേസ് മാർക്കറ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്കില്ല്, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ക്യാഷ് ഉണ്ടാക്കാനും സർവൈവ് ചെയ്യാനും പറ്റുള്ളൂ. അതായത് നല്ല എക്സ്പീരിയൻസും നല്ല കഴിവുള്ളവർക്കും എന്താണ് നടക്കണമെന്ന് മനസ്സിലാവുന്നവർക്കും മാത്രമേ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് പിച്ചക്കാരനും മറ്റു കാര്യങ്ങളും ഉള്ളവരൊക്കെ സർവൈവ് ചെയ്യും, അല്ലാത്തൊരു സർവൈവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്.
ആ സമയത്താണ് എന്താണ് നമ്മൾ സ്റ്റോക്ക് പ്രതീക്ഷിച്ച പോലെ എപ്പോഴും മൂവ് ചെയ്യണമെന്നില്ല. മൂവ് ചെയ്യും, പക്ഷേ നല്ല ബുൾ മാർക്കറ്റിലുള്ള പോലത്തെ ഒരു മൂവ്മെൻറ്റ് അപ്പം നമുക്ക് കിട്ടണമെന്നില്ല. മനസ്സിലായോ? ആ സമയത്ത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി നന്നായിട്ട് ടെസ്റ്റ് ചെയ്യും. അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസ്, ട്രേഡിംഗ് സ്ട്രാറ്റജി, നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ അറിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് എന്താണ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 10,000 രൂപയായിട്ട് ട്രേഡ് ചെയ്യാൻ വരുന്നവർ എന്ത് ചെയ്യും, അവിടെ നമുക്ക് ചെറിയ ചെറിയ ലോസുകൾ വരും. ലോസുകൾ വരുമ്പോൾ എന്ത് ചെയ്യും, ഓവർ ട്രേഡിങ്, റിവെഞ്ച് ട്രേഡിങ് ഒക്കെ വരും. ആ സമയത്താണ് നമ്മൾ ഈ 1,80,000, 5,000 ഒക്കെ ആയിട്ട് ബും തന്നെ പോണത്. അതായത് ബുൾ മാർക്കറ്റിൽ ഉണ്ടാവുന്ന പൈസ മൊത്തം നമ്മൾ എന്ത് ചെയ്തു, ഈ സൈഡ് വേസ് മാർക്കറ്റിൽ കൊണ്ടുപോയി കളയും. കാരണം ഇങ്ങനൊരു സൈഡ് വേസ് മാർക്കറ്റ് ഉണ്ടെന്നും ഈ സമയത്ത് നമ്മളെ ട്രേഡിംഗ് സ്കില്ലും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുമെന്നും അറിയാണ്ട് ആ സമയത്ത് നമ്മൾ പൈസ കൊണ്ടുപോയി ഇടും. മനസ്സിലായോ? അപ്പോൾ ഇത് പല ടൈമിൽ ഇടാം, കൃത്യമായിട്ട് ഇടുന്നില്ല. ഇപ്പോൾ ചിലവർ ഇപ്പോൾ സൈഡ് വേസ് മാർക്കറ്റിൽ കയറി തുടങ്ങിയിട്ട് നീക്കി സ്റ്റാർട്ട് ചെയ്ത് നീക്കി. അതായത് ഈ സൈഡ് വേസ് മാർക്കറ്റ് ആവണ സമയത്താണ് അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസയും കൊണ്ടുവരണമെങ്കിൽ അവരെ പൈസ താഴേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോഴവർക്ക് നഷ്ടം വരും. അപ്പോൾ പറയും, ഓ സ്റ്റോക്ക് മാർക്കറ്റ് ശരിയല്ല, എനിക്ക് വർക്ക് ആവണില്ല എന്ന് വിചാരിക്കും. എന്നാൽ ചിലവരെന്ത് ചെയ്യും, ഈ മാർക്കറ്റിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ലാഭം കിട്ടുമ്പോൾ പറയും ആ സ്റ്റോക്ക് മാർക്കറ്റ് കൊള്ളാമെന്നിട്ട് കൂടുതൽ പൈസ ഇടും. അപ്പം ഇങ്ങനെ രണ്ടും സംഭവിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്, ആ സമയത്ത് മാർക്കറ്റ് വെട്ടാൻ വെച്ച പോത്തുനിന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അതെനിക്കിങ്ങനെ പുതിയ വീഡിയോസുകൾ ചെയ്യാനുള്ള ഒരുപാട് മോട്ടിവേഷൻ നൽകുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്താണ്? അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ 10,000 രൂപ കൊണ്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വന്നു നീക്കി. കയ്യിലുള്ള പൈസ 10,000 രൂപയാണ്. ആ 10,000 രൂപ കൊണ്ട് ട്രേഡ് ചെയ്യാൻ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ആ പൈസ എന്ത് ചെയ്തു, 12,000 രൂപയായി. വാ, 10,000 രൂപ 12,000 രൂപയായി. വാ, അടിപൊളി. അതിനുശേഷം എന്ത് ചെയ്തു, ആ പൈസ എന്ത് ചെയ്തു, വീണ്ടും 15,000 രൂപയായി. വാ, അടിപൊളി. അപ്പോൾ 10,000 രൂപയിൽ നിന്ന് 15,000 രൂപയായി എന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒറ്റയടിക്ക് പൈസ നമുക്ക് കൂട്ടിയിട്ട് 1,00,000 രൂപയൊന്നും ആക്കരുത്. ഞാൻ ചെറിയൊരു ഉദാഹരണത്തിനൊരു എമൗണ്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അതായത് നമ്മളുടെ പൈസ 10,000 നിന്ന് 15,000 ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഒറ്റയടിക്ക് 1,00,000 രൂപ ആക്കരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം 15,000 രൂപ നീക്കി. അതായത് നമ്മളെ 10,000 രൂപ 15,000 രൂപ ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ സ്റ്റോക്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ പൈസ കൂടിക്കൊണ്ടിരിക്കില്ല. എപ്പോഴെങ്കിലും കുറയും. കാരണം എന്തെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറയും. അപ്പോൾ നമ്മുടെ 15,000 രൂപ ആയതിനു ശേഷം അതൊന്ന് താഴേക്ക് വരും. മിക്കവാറും സമയത്ത് അതൊരു 13,000ത്തിലേക്ക് കൂട്ട്. ഒരു 13,000 ആയി നീക്കി. ആ ഒരു 13,000 ആയതിനു ശേഷം, അതായത് നേരത്തെ നമ്മൾ ഇട്ട ക്യാപിറ്റൽ 10,000 മാക്സിമം അത് കൂടിയിട്ട് ഹൈപ്പിൽ നിന്നത് 15,000 രൂപയാണ്. അതിനുശേഷം അത് കുറഞ്ഞ് 13,000 രൂപയായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാക്സിമം ക്യാപിറ്റൽ. അതായത് നമ്മുടെ ക്യാപിറ്റൽ, നമ്മൾ ഇട്ട പൈസ മാക്സിമം ട്രേഡിംഗ് അക്കൗണ്ടിൽ വലുതായത് 15,000 രൂപയാണ്. ആ ഒരു 10,000ത്തിൽ നിന്ന് തിരിച്ച് താഴേക്ക് അത് കുറഞ്ഞു, 13,000 രൂപ ആയി നീക്കി. 13,000, 12,000, 11,000. അതിനുശേഷം വീണ്ടും ഈ പൈസ കൂടിയിട്ട് നമ്മൾ ആദ്യത്തെ മാക്സിമം ലെവൽ ഉണ്ടല്ലോ 15,000, അതിൻ്റെ മേലേക്ക് കൂടിയിട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ, അതായത് നമ്മളെ പണ്ടത്തെ വലിയ ഹൈ ആയിട്ടുള്ള ഒരു പൈസേനേക്കാളും മേലേക്ക് പോയി അവിടെ നിൽക്കുമ്പോൾ, അവിടെ നമ്മൾ ട്രേഡൊക്കെ എടുത്ത് അത്യാവശ്യം ആ ഒരു ലെവലിലേക്ക് നിൽക്കുമ്പോൾ ആ സമയത്തായിരിക്കണം നമ്മൾ ക്യാപിറ്റൽ കൂട്ടേണ്ടത്. മനസ്സിലായോ? അപ്പോഴാണ് നമ്മൾ ട്രേഡിങ്ങിൽ കൂടുതൽ പൈസ ഇറക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. അതായത് നമ്മൾക്ക് ആദ്യം മാക്സിമം വന്നൊരു ക്യാപിറ്റലിൻ്റെ മേലേക്ക് വന്നതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൂടുതൽ ക്യാപിറ്റൽ കൂട്ടാൻ പാടുള്ളൂ. അപ്പോൾ എന്താണ് അതിനുള്ള ഗുണം? അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡ് വേസ് മാർക്കറ്റിനെ നമ്മൾ അതിജീവിച്ചു. അതായത് മാക്സിമം ക്യാപിറ്റലായ 10,000 വന്ന് അതിനേക്കാളും കുറയുന്ന സമയത്ത് മിക്കവാറും അതൊരു സൈഡ് വേസ് മാർക്കറ്റിലായിരിക്കുള്ളൂ നമ്മളുടെ ക്യാപിറ്റൽ കുറയാം, മാക്സിമം ക്യാപിറ്റലിനേക്കാളും കുറയുക. ആ കുറഞ്ഞതിന് ശേഷം വീണ്ടും ബുൾ മാർക്കറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ ഈ 15,000 എന്നുള്ളത് വീണ്ടും നമ്മൾ 15,000 മാക്സിമം 10,000ത്തിനേക്കാളും മേലയിൽ ഒരു 16,000ത്തിൽ വന്നതിന് ശേഷം വീണ്ടും അത് ബുൾ മാർക്കറ്റിലേക്ക് വന്നു. അപ്പം നമ്മൾ പൈസ എന്ത് ചെയ്യണം, കൂട്ടണം. ആ സമയത്ത് നമ്മൾ ഈ 16,000 എന്നുള്ളത് വേണമെങ്കിൽ 50,000, 25,000 ഒക്കെ കൂട്ടാം. മനസ്സിലായോ? അപ്പം എന്താണ്, വീണ്ടും അത് ബുൾ മാർക്കറ്റിലേക്ക് വന്നു. ബുൾ മാർക്കറ്റ് മേലോട്ട് പോകുന്നതിനനുസരിച്ച് ചിലപ്പോൾ അത് 1-1.5 ലക്ഷമോ, ഞാൻ ഇങ്ങനെ ഒരു എമൗണ്ട് പറയുന്നുള്ളൂ, അങ്ങനെ തന്നെ നടക്കണമെന്നില്ല. അപ്പം അങ്ങനെ കൂടുന്നു. അങ്ങനെ കൂടിക്കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താണ്, വീണ്ടും നമ്മളൊരു സൈഡ് വേസ് മാർക്കറ്റ് വരും. വീണ്ടും എവിടെ എങ്ങനെയാണ്, ഇങ്ങനെ ഒരു സൈഡ് വേസ് മാർക്കറ്റ് വരും. ആ ഒരു സൈഡ് വേസ് മാർക്കറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു എമൗണ്ട് കൂടിയത് ഇപ്പോൾ 2 ലക്ഷമാണെന്ന് ചോദിക്കും.
ആ എമൗണ്ട് ഇപ്പോൾ കുറഞ്ഞ ചിലപ്പോൾ 1,80,000 ആയി. അതിനുശേഷം എന്ത് ചെയ്ത് വീണ്ടും ഇത് 2 ലക്ഷത്തിന് മേലേക്ക് പോകുമ്പോൾ മാത്രമേ നമ്മളെ ക്യാപിറ്റൽ കൂട്ടാൻ പാടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ക്യാപിറ്റൽ ഇതിനിടയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണവർക്കോ വിഡ്രോ ചെയ്യണവർക്കോ ഓക്കെ, എന്നാലും ആ ഒരു എത്ര ഉണ്ടാക്കി എന്നുള്ളൊരു കണക്ക് നമ്മളുടെ ഒരു ഫയലിലോ ഒരു എക്സൽ ഫയലിലോ ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് നമ്മൾ ഒരു ട്രേഡറായിന്ന് പറയുള്ളൂ, തെളിയിക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മളൊരു ട്രേഡറായിന്ന് നമുക്ക് കൺഫേം ആവുള്ളൂ. അങ്ങനെ വരുമ്പോൾ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ട്രെൻഡ് ലൈൻ മെത്തേഡ് മര്യാദയ്ക്ക് യൂസ് ചെയ്യണ എല്ലാവർക്കും ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. അത്യാവശ്യമൊക്കെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, നല്ല ലാഭമൊക്കെ കിട്ടി തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ ആക്രാന്തം പിടിച്ചിട്ട് പെട്ടെന്ന് കുറേ പൈസ ഇടരുത്. മനസ്സിലായോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് എപ്പോഴും യൂസ് ചെയ്യാം. അതായത് ആദ്യം കുറച്ച് പൈസ ഇട്ട് ആ ഒരു പൈസ കുറച്ചും കൂടാൻ വെയിറ്റ് ചെയ്ത് അതിനുശേഷം വീണ്ടും കുറഞ്ഞ് അതിനുശേഷം എന്ത് ചെയ്ത് വീണ്ടും നമ്മൾ കുറഞ്ഞതിന് മുകളിലേക്ക് പോയതിന് ശേഷം മാത്രമേ കൂടുതൽ പൈസ ഇടാൻ പാടുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കും, ഈശ്വര ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ എന്താണ് നല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാൻ പോണത്? കാരണം ആദ്യം കൂടാൻ നിൽക്കണം, പിന്നെ കുറയണം, പിന്നെ അത് മേലേക്ക് പോകണം, എന്നിട്ട് അവിടെ നിൽക്കണം, എന്നിട്ട് വേണമല്ലോ ഞാൻ പൈസ ഉണ്ടാക്കാനെന്നൊക്കെ ആൾക്കാർ ചിന്തിക്കും. അപ്പം ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പൈങ്കിളിയും തത്വജ്ഞാനം പോലെ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്ത് പ്രൊഫഷനാണെങ്കിലും എക്സ്പീരിയൻസും പൈസ ഉണ്ടാക്കാനുള്ള കുറച്ച് സമയം കൊടുക്കണം. അത് കൊടുക്കാണ്ട് നമുക്കൊരു കാര്യമില്ല. മനസ്സിലായോ? അപ്പോൾ വന്ന പാടെ കുറേ ക്യാഷ് കിട്ടണം എന്നുള്ളൊരു വാശിയൊന്നും പിടിക്കരുത്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസാന്ന് നമ്മൾ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു കാര്യം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബി കാം, ടേക്ക് ഇറ്റ് ഈസി. അത് ഒരുപാട് സ്ട്രെസ് ഒന്നും കൊടുക്കരുത്. നമ്മൾ ഇതിന് ഓവറായിട്ട് തത്വജ്ഞാനം പറയണമെങ്കിൽ ചിലർ പറയും എനിക്ക് വയസ്സ് 27 എനിക്ക് വയസ്സ് 30. എൻ്റെ അടുത്ത് ചിലർക്ക് പറയണ്ടായിരുന്നു ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല, 35 അല്ലെങ്കിൽ 40 45 അങ്ങനെയൊക്കെ ആൾക്കാർ പറയണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ സ്ട്രെസ് അടിക്കും. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ 25 വയസ്സായിട്ടുള്ളൂ, അവരിപ്പോഴേ രക്ഷപ്പെട്ടു, ഞാനിപ്പോഴും വന്നിട്ടില്ല, എനിക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം, 2-3 മാസത്തിനുള്ളിൽ എനിക്ക് നല്ല കാശ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ 1-2 മാസത്തിനുള്ളിൽ കാശ് ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും. ഇപ്പം ഞാൻ പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സക്സസ് ആയ ആൾക്കാർ ചിലപ്പോൾ 25 വയസ്സുള്ള ആൾ ചിലപ്പോൾ 39 വയസ്സ് വരെ ജീവിക്കുള്ളൂ. ഞാൻ അങ്ങനെ പെട്ടെന്ന് സക്സസ് ആയവർ ജീവിക്കില്ല എന്ന് ഉദ്ദേശിച്ചല്ല പറയണത്. അപ്പോൾ അവർ ജീവിക്കുന്നത് ചിലപ്പോൾ 14 വർഷമായിരിക്കും. മനസ്സിലായോ? എന്നാൽ നമ്മളെ ഇപ്പോൾ 27 37 35 നിങ്ങളെ വയസ്സ് എത്രയിലായിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾ 80 വയസ്സ് വരെ ജീവിക്കണമെങ്കിലോ, ഈ 55 വയസ്സ് ജീവിച്ച ആളായാൽ പോലും അയാൾ എത്ര വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടാവും? 25 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാവരും അവരുടേതായ റേസ്, നമ്മളുടേതായ ഒരു ലൈഫിൻ്റെ ഒരു റൈസിലേക്കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ലൈഫ് നോക്കി കമ്പയർ ചെയ്തിട്ട് ഓവർ സ്ട്രെസ്സായിട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സ്ട്രെസ് ചെയ്ത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പുഷ് ചെയ്ത് കൂടുതൽ പൈസ ഇടാണ്ടിരിക്കാൻ ശ്രമിക്കുക. അതിന് അതിൻ്റെതായ ഒരു സമയം കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ എന്ത് ചെയ്തു പൈസ വരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, കമൻറ്റ്, ലൈക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.